വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ചത് തെറ്റായ തീരുമാനമായി. വടകരയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിയമസഭയിൽ മൂന്ന് സീറ്റ് കൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഈ പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDF കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോമിറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിനാണ്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അതന്ന് നേമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDF 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണ്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റിയില്ല.